നടക്കുന്നു തോന്നുന്നില്ല മഞ്ജരി. മിഥുന് കൊടുത്ത ഡോസ് കൂടിപ്പോയിട്ടുണ്ട്. അവന് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റില്ല. നോ സരയു, എങ്ങനെയെങ്കിലും മിഥുനെ കൊണ്ട് താലി കെട്ടിച്ചേ പറ്റൂ. അതെങ്ങനെ കെട്ടിക്കാനാ? മിഥുൻ ഇപ്പൊ തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇപ്പൊ ജയദേവൻ ഞങ്ങൾ തിരിച്ചു വന്നാലോ? ഡോക്ടർ, എന്റെ അനിയത്തി. സോറി മാഡം, അവരുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. ഇപ്പൊ എന്താ പ്രശ്നം ഡോക്ടർ? അവളുടെ മൂക്കുന്ന് കുറച്ച് ബ്ലഡ് വന്നല്ലേ ഉള്ളൂ. അതിനെന്താ പ്രശ്നം? അതിനെന്താ എത്ര ക്രിട്ടിക്കലാണെന്ന് പറയാൻ? പ്രഷർ കൂടിയത് കൊണ്ടാണ് അവരുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നത്. അതത്ര ചെറിയ വിഷയമൊന്നുമല്ല. അവരുടെ ബേബി ബാഗ് ഇപ്പൊ അബ്നോർമൽ ആണ്. എത്രയും വേഗം ഒരു സർജറി ചെയ്ത് ഗർഭപാത്രം റിമൂവ് ചെയ്യണം. എന്താ ഡോക്ടർ ഈ പറയുന്നത്? എന്റെ അനിയത്തിയുടെ ഗർഭപാത്രം റിമൂവ് ചെയ്യണമെന്നോ? അങ്ങനെ ചെയ്ത അവൾക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഉപയോഗമില്ലാത്ത ഗർഭപാത്രം ഉണ്ടെങ്കിൽ എന്താ, പോയെങ്കിൽ എന്താ? അത് റിമൂവ് ചെയ്യ്. മോം, ഇതെന്തൊക്കെയാ പറയുന്നേ? നിന്റെ നാടകമൊക്കെ അങ്ങ് നിർത്ത്. സ്വന്തം അമ്മയെ തന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു അല്ലേ? പ്രശ്നം ചാരുവിനാണെന്ന് അറിഞ്ഞിട്ടും ആരും അറിയാതെ അത് നീ നിന്റെ തലയിലെടുത്ത് വെച്ചില്ലേ? എനിക്ക് അപ്പൊ തന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു നീ എന്നോട് കള്ളം പറഞ്ഞതാണെന്ന്. എന്നിട്ട് നിന്റെ മേലുള്ള വിശ്വാസത്തിന് പുറത്താ ഞാൻ നിന്നത്. കുട്ടികൾ ഉണ്ടാവാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് എന്റെ മരുമകളാക്കിയല്ലേ? ചെറിയമ്മേ, ഇതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളല്ലായിരുന്നു. 3 മാസം മരുന്ന് കഴിച്ച ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ കഴിയുന്ന ഡോക്ടർ പറഞ്ഞതാ. ഈ കാര്യമൊക്കെ നീ ഇപ്പോഴാണോ പറയുന്നത് മേഘനെ? ഇവന് വിവരമില്ലെന്ന് പറയാം, പക്ഷെ നിനക്കോ? നീ ഇതെന്തിനാ മറച്ചു വെച്ചത്? നീ പോലും എല്ലാവരിൽ നിന്നും സത്യം മറച്ചു പിടിച്ചു. ഏട്ടത്തിക്ക് സത്യങ്ങളൊന്നും ആദ്യം അറിയില്ലായിരുന്നു മോം. 2 ദിവസം മുന്നേ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. ആദ്യമേ അറിയാവുന്ന നീ എന്നോട് പറഞ്ഞില്ല. 2 ദിവസം മുന്നേ അറിഞ്ഞ ഇവള് എന്നോട് ഇത് പറഞ്ഞില്ല. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒരു മണ്ടിയായി കാണുകയാണല്ലേ? മഞ്ജരി പറഞ്ഞതൊക്കെ നീ അനുസരിച്ച് തുടങ്ങിയപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നതാ. എന്റെ സംശയങ്ങളൊക്കെ ഇപ്പൊ സത്യമാണെന്ന് തെളിഞ്ഞു. എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു അല്ലേ? എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. മോം, ഇതൊരു ആശുപത്രിയാ, ഒന്നും മിണ്ടാതിരിക്കേ. എന്തിനാ ഞാൻ മിണ്ടാതിരിക്കണ്ടേ? പ്രശ്നം നിനക്കാണെന്ന് നീ കള്ളം പറഞ്ഞു. 3 മാസത്തിൽ പ്രശ്നം സോൾവ് ആവും, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും നീ പറഞ്ഞു. ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ ഗർഭപാത്രം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, അതിനി റിമൂവ് ചെയ്ത് കളയണമെന്ന്. എന്ന് വെച്ചാ ഈ ജന്മത്ത് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പോകുന്നില്ല. അതങ്ങനെയല്ല ചെറിയമ്മേ. ഡോക്ടർ, ഒരു തവണ കൂടി ഒന്ന് ചെക്ക് ചെയ്യൂ പ്ലീസ്. അതെ ഡോക്ടർ, എന്റെ വൈഫിന് വേറെ ഒരു പ്രശ്നമില്ല എന്ന് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞതാണല്ലോ. ഞങ്ങള് സ്കാൻ ചെയ്തിട്ടേ പറയുന്നേ. റിപ്പോർട്ട്സ് എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഈ വിവരം പറയുന്നത്. എത്രയും വേഗം അവരുടെ ഗർഭപാത്രം റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ആ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. ഡോക്ടർ, നിങ്ങൾ ഈ ഫോർമാലിറ്റീസിലൊക്കെ സൈൻ ചെയ്താ ഞങ്ങൾക്ക് സർജറി സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അവരുടെ ഹസ്ബൻഡ് നിങ്ങളല്ലേ? അതെ ഡോക്ടർ. ഈ ഫോമിൽ നിങ്ങൾ സൈൻ ചെയ്തു തരണം. ഇതില് മാത്രമല്ല വിവേക്, ഡിവോഴ്സ് പേപ്പേഴ്സിലും നീ ഇതുപോലെ സൈൻ ചെയ്തേ പറ്റൂ. മോം, അതെ വിവേക്, പ്രസവിക്കാൻ കഴിയാത്ത ഒരു പെണ്ണിനെ നിനക്കെന്തിനാ? ഒരു ചെറുമകനെ തരാത്ത മരുമകളെ എനിക്കെന്തിനാ? നമുക്കൊരു അനന്തരാവകാശിയെ വേണമെങ്കിൽ നീ അവളെ ഡിവോഴ്സ് ചെയ്യണം, മറ്റൊരു കല്യാണം കഴിക്കണം. എന്തൊക്കെ ചെറിയമ്മയെ വിളിച്ച് പറയുന്നത്? ഞാൻ സത്യമാണ് പറയുന്നത്. മിഥുനു വേണ്ടി നീ അനന്തരാവകാശികളെ നൽകി. നിന്റെ അനിയത്തെ കൊണ്ട് വിവേകിന് അനന്തരാവകാശിയെ നൽകാൻ പറ്റുമോ? പ്രസവിക്കാൻ കഴിയാത്ത ഒരു പെണ്ണിനെ ഞങ്ങൾക്ക് എന്തിനാ? ഇതിന്റെ പേരിൽ ഏത് കോടതിയിലും ഞാൻ കയറി ഇറങ്ങാം. കാരണം ന്യായം എന്റെ ഭാഗത്താണ്.
ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ സംസാരിക്കല്ലേ മോം. നീ മിണ്ടി പോരുത്. ഇപ്പൊ തന്നെ നീ കുറച്ചധികം ചെയ്തു കഴിഞ്ഞു. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പെണ്ണിനെ മരുമകളാക്കി. സ്വന്തം അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചു. ഇതെല്ലാം കണ്ട് ഈശ്വരൻ വെറുതെ ഇരിക്കുന്നു വിചാരിച്ചോ? അതുകൊണ്ടാ അവക്ക് കുട്ടികളില്ലാതെ പോയത്. എന്റെ ശാപമാണ് അവളീ കിടന്ന് അനുഭവിക്കുന്നത്. മതി ചെറിയമ്മേ. ആരോടാ നീ ദേഷ്യപ്പെടുന്നേ? ഗർഭപാത്രം റിമൂവ് ചെയ്യാനുള്ള സൈൻ ഇവൻ ചെയ്തോളും. അതുപോലെ നിന്റെ അനിയത്തിയായിട്ടുള്ള ഡിവോഴ്സ് പേപ്പേഴ്സിലും ഇവനെ കൊണ്ട് ഞാൻ സൈൻ ചെയ്യിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോ. സമയമില്ല മഞ്ജരി, എന്തെങ്കിലും ചെയ്യ. മിഥുനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ വേഗം. സർ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയും വെച്ച് വൈകിപ്പിച്ചാൽ പേഷ്യന്റിന്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. നീ ഇനി എത്ര നേരം നിന്ന് ആലോചിക്കാൻ പോവാ? എത്രയും പെട്ടെന്ന് ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കൊടുക്ക്. ഞാൻ നമ്മുടെ കുടുംബ വക്കീലിനെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പേഴ്സ് റെഡിയാക്കി വേഗം എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേപ്പേഴ്സിൽ നീ ഇതുപോലെ സൈൻ ചെയ്ത് കഴിഞ്ഞാ അത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ മിഥുനെ കൊണ്ട് എന്റെ കഴുത്തി താലി കെട്ടിക്കുന്ന പോലെ നിൽക്കാം. നീ അതിന്റെ ഫോട്ടോസ് എടുക്ക. മിഥുനെ കഴുത്തി താലി കെട്ടുന്നത് പോലെ നീ ഒരു വീഡിയോ കൂടി എടുക്കണം. ഗുഡ് ഐഡിയ. വിവേക്, ആ പേപ്പേഴ്സിൽ നീ വേഗം സൈൻ ചെയ്യേ. ഏട്ടത്തി, അവക്കില്ലാത്ത വേദന നിനക്കെന്താ വിവേക്? വേഗം സൈൻ ചെയ്യാൻ നോക്ക്. എന്നിട്ട് അവളെ കളഞ്ഞിട്ട് എന്റെ കൂടെ വാ. ഗർഭപാത്രം റിമൂവ് ചെയ്യാനാണ് വിവേക് ഇപ്പൊ സൈൻ ചെയ്യുന്നത് ചെറിയമ്മേ, അല്ലാതെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടത് അനന്തരാവകാശികളെയല്ലേ, ചാരി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയല്ലേ. ഗർഭപാത്രം അല്ലാതെ നിന്റെ അനിയത്തി എങ്ങനെ പ്രസവിക്കാനാ? എന്റെ അനിയത്തിക്ക് ഞാൻ എന്റെ ഗർഭപാത്രം നൽകും. മിസ്റ്റർ രാജൻ, മിഥുൻ, മിഥുൻ എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇത് പിടിക്കും മിഥുൻ. ഏട്ടത്തി ചാരുവിന് ഗർഭപാത്രം കൊടുക്കാൻ പോവാണോ? ചാരു എനിക്ക് സ്വന്തം മകളാണ് വിവേക്. അവളൊരു അമ്മയാവണം. നീയും ചാരുവും ഇന്നും ഒന്നിച്ച് ജീവിക്കണം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. അത് വേണ്ട ഏട്ടത്തി. അങ്ങനെ ചെയ്ത പിന്നെ ഏട്ടത്തിക്ക് ഒരിക്കലും കുട്ടികളുണ്ടാവില്ല. ഞങ്ങൾക്ക് ഇനി കുട്ടികൾ എന്തിനാ വിവേക്? ഞങ്ങൾക്ക് ചിക്കുവും ചക്കയും ഉണ്ടല്ലോ. നീയും ചാരുവും അതുപോലെ തന്നെ എന്റെ കുട്ടികളാണ്. ഇനിയും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ആവശ്യമുണ്ടോ? അതല്ല ഏട്ടത്തി, ഞാൻ ഇനി ഒന്നും പറയണ്ട വിവേക്. എന്റെ അനിയത്തി ഒരു അമ്മയാവണം, നീ ഒരു അച്ഛനാവണം. നിങ്ങൾ കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് എന്നും ജീവിക്കണം. ഞാൻ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു വിവേക്. ഡോക്ടർ, എന്റെ അനിയത്തിയുടെ ഗർഭപാത്രം റിമൂവ് ചെയ്ത് പകരം എന്റെ ഗർഭപാത്രം അവൾക്ക് നൽകണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പെർമിഷൻ വേണം. അതിന് അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെയാണെങ്കിലും ശരി, ഫോൺ ചെയ്ത്
ഭർത്താവിന്റെ പെർമിഷൻ വാങ്ങിയേ പറ്റൂ. മഞ്ജരി, മിഥുനേട്ടൻ എന്താ ഫോൺ എടുക്കാത്തത്? ആരാ മഞ്ജരി എന്നെ വിളിച്ചേ? റോങ് നമ്പർ ആണ് മിഥുൻ, റോങ് നമ്പർ. മിഥുൻ, ഡോക്ടർ, എന്റെ ഭർത്താവ് ഫോൺ എടുക്കുന്നില്ല. ബിസിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി കുഞ്ഞുങ്ങളുള്ളതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്ലീസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് സർജറി സ്റ്റാർട്ട് ചെയ്യണം. പ്ലീസ് ഡോക്ടർ. ഓക്കെ മാഡം. ഇനി അങ്ങോട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതാ. അതിന് സമ്മതമാണെന്ന് മാഡം തന്നെ നോ ഒബ്ജക്ഷൻ ഫോമിൽ സൈൻ ചെയ്യണം. ഞാൻ ചെയ്തുതരാം ഡോക്ടർ. എല്ലാ ഉത്തരവാദിത്വം എന്റേതാണ്. ഓക്കെ. മിഥുൻ, നീ എന്ത് പണിയാ മിഥുൻ കാണിച്ചേ? അന്ന് അവിടെ വെച്ച് നീ എന്നോടൊരു തെറ്റ് ചെയ്തു. ഇന്നിപ്പൊ ഇവിടെ വെച്ച് നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു. വേറൊരു കല്യാണ ചെക്കൻ വേറൊരു പെണ്ണിന്റെ കഴുത്തി കെട്ടുന്ന താലി ചെയ്തു. അതാ നീ ഇപ്പൊ എന്റെ കഴുത്തി കെട്ടി തന്നത്. നിനക്ക് എന്നോട് പ്രണയം ഉണ്ടെങ്കിൽ, എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ ഇതൊക്കെ ചെയ്യായിരുന്നില്ലേ? അല്ലാതെ എങ്ങനെ ഒരു കള്ളക്കല്യാണം വേണമായിരുന്നോ? ഇതിന് നീ മേഘനയോട് എന്ത് സമാധാനം പറയാൻ പോകുന്നത്? നിന്റെ വീട്ടുകാരെ നീ എങ്ങനെ ഫേസ് ചെയ്യും? എന്തിനാ നീ ഇങ്ങനെ ചെയ്തതും? ഇത് നിന്റെ നാടകം മതിയാകും മഞ്ജരി. മിഥുനെ വീണ്ടും നീ മയക്കെടുത്തല്ലേ? അബോധാവസ്ഥയിലായ അവനെ കൊണ്ട് താലി കെട്ടിച്ചിട്ട് നീ നിന്ന് അഭിനയിക്കുകയാണല്ലേ? താലി കെട്ടിയ കല്യാണം കഴിഞ്ഞെന്നല്ലേ അങ്കിൾ? ഡാഡ്, എന്താ ഡാഡ്, എന്തിനാ വഴക്കുണ്ടായില്ലേ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും അവൻ അറിയില്ല. ഇതെല്ലാം നിന്റെ പ്ലാനാ. അങ്കിൾ, എല്ലാവരും കാണുന്നുണ്ട്. ഇവിടെ വെച്ചൊരു വഴക്ക് വേണ്ട. ആവശ്യമില്ലാതെ നിങ്ങളുടെ അന്തസ്സ് കളയരുത്. മിഥുനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാൻ നോക്ക്. മഞ്ജരി, പറയേ. നമുക്ക് പോവാം അങ്കിൾ. എന്താ സാർ ഇതൊക്കെ? അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതെല്ലാം പ്ലാനിങ് അല്ലേ? മേഘന, കിടന്നോളൂ.
സാരമില്ല അങ്കിൾ, മിഥുന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. അങ്കിൾ പോയി റെസ്റ്റ് എടുത്തോളൂ. മിഥുന്റെ എന്ത് കാര്യ നീ നോക്കാൻ പോകുന്നത്? അന്നും നീ ഇതുപോലെ തന്നെ മിഥുന്റെ ബോധം കെടുത്തിട്ടല്ലേ നിങ്ങളുടെ ഇടയിൽ നടക്കാൻ പാടില്ലാത്ത സംഭവം നടന്നു എന്ന് പറഞ്ഞത്. അതും പോരാഞ്ഞിട്ട് ഇല്ലാത്ത പ്രഗ്നൻസി ഉണ്ടെന്നും പറഞ്ഞുണ്ടാക്കി. നിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവനെ നീ ശരിക്കും ഉപയോഗിക്കുകയായിരുന്നല്ലേ മഞ്ജരി? മറ്റെന്താ നീ ഇവിടെ ചെയ്തത്? ഇതിനു മുമ്പ് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ മറക്കാൻ പറ്റില്ല അങ്കിൾ. ഇപ്പോ മിഥുൻ തേന്റെ കെട്ടി താലി കെട്ടിയിരിക്കുക. ഞാനിപ്പോ മിഥുന്റെ ഭാര്യയെ. മിഥുൻ സ്വബോധത്തിലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ മിഥുൻ ബോധമില്ലാത്ത സമയത്ത് എന്റെ കഴുത്തി താലി കെട്ടിയത്. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇതിനെ ആര് കല്യാണമായിട്ട് അംഗീകരിക്കാൻ? നിന്നെ ഒരിക്കലും മിഥുന്റെ ഭാര്യയായിട്ടോ ഈ കുടുംബത്തിന്റെ മരുമകളായിട്ടോ ആരും അംഗീകരിക്കില്ല. ഓൾറെഡി ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞല്ലോ അങ്കിൾ. ഞങ്ങളുടെ കല്യാണത്തിന്റെ തെളിവായി എന്റെ കഴുത്തില് ഈ മംഗല്യസൂത്രം ഉണ്ടല്ലോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കണ്ടതുവാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം ഈ ലോകം മുഴുവനും ഇപ്പൊ അറിഞ്ഞു കഴിയുകയും ചെയ്തു. അത് ശരിക്കൊരു കല്യാണമല്ലാന്ന് മേഘന തെളിയിച്ചോളൂ. അത് നീ അറിയാൻ വരുന്നതേ ഉള്ളൂ. അവളൊന്ന് വീട്ടിലോട്ട് വന്നോട്ടെ. അവള് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. ഇതിനിപ്പോ എന്റേതായി കഴിഞ്ഞു. മിസ്റ്റർ വിവേക്, ഡോക്ടർ, സർജറി സക്സസ് ആണ്. നിങ്ങളുടെ ഭാര്യയുടെ ഗർഭപാത്രം റിമൂവ് ചെയ്ത് നിങ്ങളുടെ ഏട്ടത്തിയുടെ ഗർഭപാത്രം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടുപേരുടെയും കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. താങ്ക് യു ഡോക്ടർ. അപ്പോ ഇനി എന്റെ മരുമകൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നാണോ ഡോക്ടർ? അവർക്ക് പ്രസവിക്കാൻ കഴിയോ? തീർച്ചയായിട്ടും. എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ പോവാതിരിക്കാൻ നിങ്ങളുടെ ബ്രദറിന് ഫോൺ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം. അതെ വിവേക്, ഇനി മിഥുൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ? അങ്ങനെ സംഭവിച്ചാൽ നമ്മളെയും കുറ്റം പറയില്ലേ? നമ്മളൊന്നും അറിയിച്ചിട്ടില്ലെന്നും എല്ലാം മേഘനയുടെ തീരുമാനമാണെന്നും പറയണം. നീയും മിഥുനും തമ്മിൽ വഴക്കിടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല വിവേക്. അതിന് വല്യേട്ടൻ മോമനെ പോലെയല്ല. കാര്യങ്ങൾ എന്താണെന്ന് വല്യേട്ടന് പറഞ്ഞാൽ മനസ്സിലാവും. മോമൊരിക്കലും ഒരു മോമായി പെരുമാറിയിട്ടില്ല. ഒരു മനുഷ്യ സ്ത്രീയല്ലെന്ന് ഇപ്പൊ തെളിയിക്കുകയും ചെയ്തു. വല്യേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? ഹലോ ഹലോ വലിച്ച, വല്യേട്ടൻ എവിടേക്കാ പോയത്? ഞാൻ ഫോൺ വിളിച്ചു നോക്കി, എടുക്കുന്നുമില്ല. മിഥുനൊരു ബോധമില്ലാതെ കിടക്കുക. വല്യേട്ടൻ എന്താ പറ്റി വലിച്ച? മഞ്ജരി മിഥുനെ മഞ്ചേരി എന്ത് ചെയ്തു? മഞ്ചേരി എന്ത് ചെയ്തെന്നാ പറയുന്നേ? അപ്പോഴേക്കും അവിടെ എന്താ സംഭവിച്ചേ? മഞ്ജരി മിഥുനെ കൊണ്ട് കള്ളക്കല്യാണം കഴിപ്പിച്ചിരിക്കുക. മേഘനയ്ക്ക് അവള് നല്ലൊരു പണിയാ കൊടുത്തിരിക്കുന്നത്. എന്തു പറ്റി വിവേക്? എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇതെന്തു പറ്റി? മഞ്ജരിയുടെ പേരും പറഞ്ഞിട്ട് ഒന്നും മിണ്ടാത്തത്? ആ ഈവന്റിനിടയിൽ മഞ്ജരി എങ്ങാനും മിഥുനെ എന്തെങ്കിലും ചെയ്തു കാണുമോ?